ലോക സമ്പദ് വ്യവസ്ഥ പലതരത്തിലുള്ള പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും നേരിടുന്ന സാഹചര്യത്തിലും ശ്രദ്ധേയമായ സാമ്പത്തിക നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. അന്താരാഷ്ട്ര തലത്തിൽ വളർച്ചാ മന്ദതയും വ്യാപാര ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും നിലനിൽക്കുമ്പോഴും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമായ മുന്നേറ്റം തുടരുന്നതായി ഏറ്റവും പുതിയ GDP കണക്കുകൾ വ്യക്തമാക്കുന്നു. പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. 2026 മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ ഇന്ത്യ 7.8% സാമ്പത്തിക വളർച്ച കൈവരിച്ചു എന്നത് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം ഇന്ത്യക്ക് വീണ്ടും ഉറപ്പിച്ചു നൽകുകയാണ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2022-23 അടിസ്ഥാന വർഷമാക്കി പുതുക്കിയ ദേശീയ വരുമാന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യ GDP റിപ്പോർട്ടാണിത്. പുതുക്കിയ കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിലെ വളർച്ചാ നിരക്ക് 7.1% ആയിരുന്നപ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തിലെ മൊത്തം വളർച്ച 7.7% ഉയർന്നു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തും സ്ഥിരതയും പ്രതിഫലിപ്പിക്കുന്നതാണ്. ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം നിലനിൽക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ ഈ നേട്ടം. അന്താരാഷ്ട്ര വിപണികളിലെ വിലക്കയറ്റ സമ്മർദ്ദങ്ങൾ, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങൾ എന്നിവ ലോകത്തെ പല സമ്പദ് വ്യവസ്ഥകളെയും ബാധിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. രാജ്യത്തെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളും ഗവേഷണ ഏജൻസികളും സാമ്പത്തിക വിദഗ്ധരും 6.7% മുതൽ 7.4% വരെയുള്ള വളർച്ചയാണ് പ്രവചിച്ചിരുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും 7.6% വളർച്ചയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഈ എല്ലാ പ്രവചനങ്ങളെയും മറികടന്ന് 7.8% വളർച്ച കൈവരിച്ചതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ശക്തി വീണ്ടും തെളിയിക്കപ്പെട്ടു. ലോകത്തെ പ്രമുഖ സമ്പദ് വ്യവസ്ഥകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മുന്നേറ്റം കൂടുതൽ വ്യക്തമാണ്. കഴിഞ്ഞ പാദത്തിലെ സാമ്പത്തിക വളർച്ചാ നിരക്കുകൾ പരിശോധിക്കുമ്പോൾ അമേരിക്ക 1.6%, ചൈന 5% മാത്രമാണ് വളർച്ച രേഖപ്പെടുത്തിയത്. യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളായ ജർമ്മനി 0.3%, യുണൈറ്റഡ് കിങ്ഡം 0.6%, ഫ്രാൻസ് 0.1%മാണ് വളർച്ച കൈവരിച്ചത്. ജപ്പാന്റെ വളർച്ച 2.1%. ഈ കണക്കുകൾ ഇന്ത്യയുടെ വളർച്ച ലോകത്തെ മറ്റു വലിയ സമ്പദ് വ്യവസ്ഥകളെക്കാൾ എത്രമാത്രം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിൽ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായ സമയത്തും ഇന്ത്യ ഉയർന്ന വളർച്ച നിലനിർത്തുന്നതാണ് നിക്ഷേപകരുടെയും അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രധാനമായും ആഭ്യന്തര ഉപഭോഗവും നിക്ഷേപ പ്രവർത്തനങ്ങളുമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ജനങ്ങളുടെ ചെലവഴിക്കൽ ശേഷിയിലെ വർധനയും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ നിക്ഷേപങ്ങളും വ്യവസായ മേഖലയിലെ പ്രവർത്തന സജീവതയും സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിച്ചു. 2026 മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദന മൂല്യം 87.77 ലക്ഷം കോടി രൂപയായി ഉയർന്നു. മുൻവർഷത്തെ സമാന കാലയളവിൽ ഇത് 81.40 ലക്ഷം കോടി രൂപയായിരുന്നു. അതേസമയം നാമമാത്ര GDP 9.1% വളർച്ചയോടെ 94.65 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന കരുത്തായ സേവന മേഖല മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം, വാർത്താവിനിമയം എന്നിവ ഉൾപ്പെടുന്ന സേവന മേഖലയിൽ 12.5% വളർച്ചയാണ് ഉണ്ടായത്. ഉപഭോക്തൃ ചെലവുകൾ വർദ്ധിച്ചതും യാത്രാ ടൂറിസം രംഗത്തെ മുന്നേറ്റവും ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി. ധനകാര്യ സേവനങ്ങൾ, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മേഖലകൾ 10.4% വളർച്ച കൈവരിച്ചു. നിർമ്മാണ മേഖല 8.4%, ഉൽപാദന മേഖല 7.3% വളർച്ച രേഖപ്പെടുത്തി. രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യവും സ്വകാര്യ നിക്ഷേപങ്ങളുടെ വർധനയും ഈ മേഖലയുടെ വളർച്ചയെ പിന്തുണച്ചു. അതേസമയം രൂപയ്ക്ക് കരുത്തു പകരാനായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ച നടപടികൾ $5000 കോടി വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സഹായകമാകുമെന്ന് ധനകാര്യ വിദഗ്ധർ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ യുദ്ധം മൂലം നടപ്പുവർഷം ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടാകാൻ ഇടയുള്ള പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് ഇതിലൂടെ കഴിയും. ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ സർക്കാർ കടപ്പത്രങ്ങളിൽ വിദേശ ഫണ്ടുകൾ നടത്തുന്ന നിക്ഷേപങ്ങളുടെ മൂലധന നേട്ടത്തിനും പലിശയ്ക്കും നികുതി ഒഴിവാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു.
സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ വരുമാനത്തിന് 30%, ഹ്രസ്വകാല മൂലധന നേട്ടത്തിന് 20% നികുതി കേന്ദ്ര സർക്കാർ ഈടാക്കിയിരുന്നു. ദീർഘകാല മൂലധന നേട്ടത്തിന് 12.5% നികുതിയായി ബാധകമായിരുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടത്തെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ വളർച്ചാ മുന്നേറ്റം ശക്തമായ അടിസ്ഥാനങ്ങളിലാണെന്ന് സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ വേഗത തുടർന്നും ശക്തമായി നിലനിൽക്കുമെന്നും രാജ്യത്തിന്റെ വികസന യാത്ര കൂടുതൽ വേഗത്തിലാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും ഇന്ത്യയുടെ വളർച്ചാ പാതയിൽ ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ആഗോള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിഭാസം മൂലമുണ്ടാകുന്ന വിതരണ തടസ്സങ്ങൾ, മൺസൂൺ ദുർബലമാകാനുള്ള സാധ്യത തുടങ്ങിയ ഘടകങ്ങൾ വരും മാസങ്ങളിൽ വെല്ലുവിളികളാകാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇന്ത്യ തുടർച്ചയായി ഉയർന്ന വളർച്ച കൈവരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നതിന്റെ തെളിവാണ്. സേവന മേഖലയുടെയും നിർമ്മാണ മേഖലയുടെയും ഉൽപാദന മേഖലയുടെയും സംയുക്ത മുന്നേറ്റം, സർക്കാർ നയങ്ങളുടെ പിന്തുണ, ആഭ്യന്തര വിപണിയുടെ ശക്തി എന്നിവയുടെ ഫലമായാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും ഇന്ത്യയുടെ വളർച്ച കരുത്താർജിക്കുകയാണെന്ന് പുതിയ GDP കണക്കുകൾ വ്യക്തമാക്കുന്നു.